ഇതാണ് തായ്ലാൻഡിലെ ഫേമസ് ആയ അൽക്കസാർ ഷോയിലെ താരങ്ങൾ. സുന്ദരികളേക്കാൾ സുന്ദരികളായ പുരുഷന്മാരുടെ കാഴ്ചകളാണ് കേട്ടോ. ഇവർ ശരിക്കും പുരുഷന്മാരാണ്, അവർ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അവരുടെ ഷോ ആയിരുന്നു, ക്യാബ്ര ഡാൻസ് ആയിരുന്നു. തായ്ലാൻഡിൽ വരുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു ഷോ ആണ് കേട്ടോ ഈ അൽക്കസാർ ഷോ. അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റിലാക്കാമെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതാ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ട് രാത്രി ആസ്വദിക്കുന്ന ഒരു നഗരം കൂടിയാണ് തായ്ലാൻഡിലെ ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പട്ടായയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിറയെ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ പബ്ബുകളും ബാറുകളും എല്ലാം ഉണ്ട്. ഇത് പട്ടായ ബീച്ചിലെ കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് പേര് അവിടെ ഇരുന്ന് സമയം ചിലവഴിക്കുന്നുണ്ട്. കുറേ പേര് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് വാക്കി വഴിയിലൂടെ. കുറേ പേര് ഇങ്ങനെ കടലോരത്ത് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് രാത്രി അവരുടെ പാർട്ട് ടൈം ജോലി പോലെ ഇങ്ങനെ നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. കുട്ടികളെ കാണാൻ അവരൊക്കെ ഇങ്ങനെ പാർട്ട് ടൈം ജോലിയായിട്ട് രാത്രിക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ അവർ പറ്റുന്ന കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ അവരെങ്ങനെ പൊയ്ക്കോളും. അങ്ങനെ നമ്മൾ തായ്ലാൻഡിലെ പട്ടായ സ്ട്രീറ്റിന് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിന് ഫ്രണ്ടിലാണ്. നല്ല ട്രാഫിക് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾ കടത്തിവിടില്ല. അതുകൊണ്ടാണ് ഈ ഇത്രയും വണ്ടികൾ ഇവിടെ ബ്ലോക്കായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നിലായിട്ട് ഒരുപാട് യാത്രക്കാരെ നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകളെല്ലാം ആക്കിയിട്ട് അവർ പോകുന്നുണ്ട്. ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ ഒരുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഇവർ ഈ മസാജ് സെൻറ്ററിലെ ആൾക്കാരെ വിളിച്ച് കയറ്റുന്ന എംപ്ലോയീസാണ് കേട്ടോ. അവരെ വിളിച്ച് കയറ്റി നമുക്ക് ആവശ്യമുള്ള ഫുഡ് മസാജ് ആണെങ്കിൽ ഫുഡ് മസാജ്, ബോഡി മസാജ്, ഇങ്ങനെ ഒരുപാട് തരം മസാജുകളുണ്ട്. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവർ വിളിച്ച് കയറ്റുന്ന കുട്ടികളാണ് കേട്ടോ. അവർക്ക് മെയിൻ ആദായ വരുമാന മാർഗം പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഇതുപോലെ. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിനി നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. കാഴ്ചകൾ ഇവിടെ ഒരുപാട് തരം മസാജ് സെൻറ്ററുകളുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു മസാജ് സെൻറ്റർ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് കയറ്റുന്നതായിരിക്കും മിക്കവാറും കാണാം. കൂടുതലും പബ്ബ്, മസാജ് സെൻറ്റർ, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് കടകളാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. നല്ല ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൂടിയാണ് എല്ലാവരും കടകളും എല്ലാം നടത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ തന്നെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കബളിക്കപ്പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് ദൂരം നടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. 2 യുവതികൾ ഇങ്ങനെ ഇരിക്കും ആ കാണുന്ന സീറ്റിൽ. അതിന് താഴെ ടാങ്ക് കേട്ടോ, വെള്ളം നിറച്ച ടാങ്കാണ്. അപ്പോൾ ഉന്നുള്ള ആൾക്കാർ ആ ഇതിലോട്ട് ബോൾ വെച്ച് എറിഞ്ഞ് അവരെ വീഴ്ത്തുകയാണെങ്കിൽ അവർക്ക് സമ്മാനമുണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം പ്രൈസ് കൊടുത്തിട്ടാണ് 100 ബാത്തോ മറ്റാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 5 ബോൾ എറിയാൻ കിട്ടും. ആ കാണുന്നതിൽ ഉന്നം വെച്ച് എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ അവരിങ്ങനെ വീഴും. അവരുടെ ഭാഷയാണ് കേട്ടോ. അവർ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു ഭാഷയാണ് കേൾക്കുന്നത്. ഓരോ തവണ അതിലോട്ട് എറിയുമ്പോൾ ഇവർ വെള്ളത്തിലോട്ട് വീഴും. എന്തായാലും ഇവർക്കൊക്കെ തണുക്കുന്നുണ്ടാവുമല്ലോ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അയ്യോ, അത് പെട്ടെന്ന് കേട്ടോ അവർ വീഴുന്നത്. ഓരോരുത്തരും അവരുടെ ജീവിത വരുമാന മാർഗം കണ്ടെത്തുന്ന ഓരോ വഴികൾ, എന്തൊക്കെ തന്നെ കാര്യങ്ങളല്ലേ നമ്മളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ കുറേയേറെ പബ്ബുകളും ബാറുകളൊക്കെയാണ് കണ്ടത്. പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കടകളും അതിൻ്റേതായ ഡെസേർട്ട് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന കറക്റ്റ് സ്പേസാണെന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ്. പിന്നെ നമ്മളെപ്പോലെ ഒരുപാട് പേരിങ്ങനെ നടന്ന് കാഴ്ചകൾ കാണുക കേട്ടോ. വലിയൊരു സ്ട്രീറ്റാണ്. നേരെ കാണുന്ന ഒരു വഴിയിൽ അരികിലായിട്ട് ഒരുപാട് കടകളും പബ്ബുകളും ഒക്കെയാണ്. ഇവരൊക്കെ നിൽക്കുന്ന പബ്ബിൽ വിളിച്ച് കയറ്റാൻ കേട്ടോ. നമ്മളെപ്പോലെയുള്ളവരെ ആകർഷിച്ച് വിളിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ നേരെ കാണുന്നില്ലേ, അതുവരെയും പബ്ബുകളും ബാറുകളും ആണ് കേട്ടോ. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നീളം നേരെ കാണുന്നതും അതുപോലെ തന്നെ കുറുകെ ചെറിയ ചെറിയ വഴികളുണ്ടാവും. അവിടെയും ഇതുപോലെ പബ്ബുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം പോയി ആസ്വദിക്കാം. അതുപോലെ തന്നെ ഓരോ ഷോകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ. ഇവിടെ പ്രധാനമായിട്ടും സെക്സ് ടൂറിസം നല്ലൊരു വരുമാന മാർഗം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കേട്ടോ ഇവിടെ ഈ ഏരിയയിലും അതുപോലെ തന്നെ ഒരുപാട് മസാജിങ് സെൻറ്ററുകളാണ് ഉള്ളത്.
എന്ത് പൊക്കമുള്ള ഒരാളല്ലേ. അപ്പോൾ ഈ കണ്ടില്ലേ, ഇവിടെ ഓരോരുത്തരും നമ്മളെ ബോർഡ് വെച്ച് കാണിച്ചിരും എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്, പിന്നെ അതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസും. താല്പര്യമുള്ളവർക്ക് പോയാൽ കാണാം, ആസ്വദിക്കാം, തീർച്ചയായും എല്ലാം സേഫായിട്ടായിരിക്കും. പിന്നെ പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ പലപ്പോഴും ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് ഒന്ന് പറയുന്നതൊന്ന് എന്നൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് കേട്ടോ ഇതും. എല്ലായിടത്തും അടിപൊളിയാണ്, ഇവിടെയും ഉണ്ട് കേട്ടോ അതുപോലെ. തായ്ലാൻഡിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വിദേശീയരാട്ടോ. ഏതാണ്ട് റഷ്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്. പിന്നെ US, കാനഡ എന്നുള്ളവിടുന്നും ഉണ്ട്. പിന്നെ ഏറ്റവും കുറവ് കാണുന്നത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വിസ എല്ലാം കമ്മിയാക്കി, അതിൻ്റെ റെഗുലേഷൻസൊക്കെ ഒരുപാട് കമ്മിയാക്കിയല്ലോ. അത് കാരണം ഇപ്പോൾ ഇന്ത്യക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് പുറത്തുനിന്നുള്ളവരാട്ടോ. അതായത് ഇന്ത്യക്കാരല്ല, അതിനും വേറെ രാജ്യക്കാരെയാണ് കൂടുതലായിട്ട് കണ്ടത്. ഇവരെല്ലാം ഒരു ടൂർ ഓപ്പറേറ്ററിൻ്റെ കീഴിൽ നിന്ന് വന്നവരാണ്. അവരെ കൊണ്ടുപോകാനായിട്ടാണ് ഫസ്റ്റ് പോകുന്ന ആൾ. അത് ഗൈഡായിട്ട് വർക്ക് ചെയ്യും. ആൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവരെ പ്രൊമോട്ട് ചെയ്യും. ഇവിടെ ഗൈഡുമാർക്ക് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട് കേട്ടോ. എല്ലാ ഹോട്ടലിൽ പോയാലും അവർക്കൊരു പ്രത്യേക പരിഗണനയാണ് ഇവിടുത്തെ ഗൈഡിനെല്ലാം. പിന്നെ അവർക്ക് കമ്മീഷനും കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കോൺസെർട്ടിലെല്ലാം പങ്കെടുക്കാനുള്ള അവസരവും അവർ കാണിച്ചു തരും കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിച്ച് കാണും പ്രായപൂർത്തിയായ ചെറുപ്പക്കാർ മാത്രമാണ് തായ്ലാൻഡിലോട്ട് പോകുന്നതെന്ന്. പക്ഷേ എൻ്റെ കാഴ്ചയിലും എൻ്റെ അനുഭവത്തിലും ഞാൻ പറയുകയാണ്, ഇവിടെ ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാ കാറ്റഗറിയിലും, അതായത് കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, അതുകൂടാതെ തന്നെ നല്ല വയസ്സായവർ, നടക്കാൻ പോലും കഴിയാത്തവർ പോലും ഇവിടെ വന്ന് ആസ്വദിച്ച് പോകാറുണ്ട്. അവർക്കെല്ലാം പറ്റിയ കാര്യങ്ങൾ, ഓരോരുത്തർ പ്രായത്തിനനുസരിച്ചുള്ള പറ്റിയ കാര്യങ്ങൾ ഇവിടെ എല്ലാ സ്ട്രീറ്റിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളും. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ചായിരിക്കും തായ്ലാൻഡിലെ യാത്രകൾ കണ്ടു തുടങ്ങുക. ഓരോ രാത്രിയും കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന്. അത്രയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടു തീർക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിലും ഓരോ സ്ട്രീറ്റും അതുപോലെ തന്നെ ഓരോ തായ്ലാൻഡ് കാഴ്ചകളും ഭയങ്കര ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ടോ. അതാണ് തായ്ലാൻഡിൻ്റെ പ്രത്യേകത തന്നെ. ഇവിടെ ഒരാൾ സിഗരറ്റും പിന്നെ ഒരു ബുക്കൊക്കെ വെച്ച് എന്തോ ഒരു മാജിക് ട്രിക്കുകൾ കാണിച്ച് എല്ലാവരും ആകർഷിക്കുക കേട്ടോ. ആളുടെ ട്രിക്ക് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ പകർത്താനായിട്ടും വേറെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇവർക്ക് കുഞ്ഞതായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ, ഡൊണേഷൻ പോലെ കൊടുക്കണം. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയാണ്. ടിപ്പായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അവരത് സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ 7-Eleven എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. തായ്ലാൻഡിലെ തന്നെ ഏറ്റവും ചീപ്പ് ആൻഡ് എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ഒരു കടയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിൽ കയറി ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഓരോരോ സാധനങ്ങളുടെയും റേറ്റുകൾ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെയാണ് റേറ്റ്. പക്ഷേ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും പബ്ബിലോ ബാറിലോ എവിടെ നിന്നെങ്കിലുമൊക്കെ ഈ സാധനങ്ങൾ വാങ്ങുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുകയെന്ന് വെച്ചാൽ നല്ല റേറ്റാണ്. ഇത് കണ്ടില്ലേ, ചോറും മുട്ടക്കറിയും വരെ ഇവർ പാർസൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അവിടെ കൊണ്ടുപോയി ചൂടാക്കി കഴിക്കാവുന്നുള്ളൂ. പിന്നെ പറയണ്ടല്ലോ, ഇവിടെ തായ്ലാൻഡാണ്, ഇന്ത്യൻ ഫുഡ് കിട്ടാൻ പാടാണ്. എന്നിരുന്നാലും ഇന്ത്യൻ ടൈപ്പുകളെല്ലാം കിട്ടും. പിന്നെ നമ്മൾ മെയിനായിട്ട് എല്ലാവരും ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് വിശപ്പടക്കാറ്. വയറും കേട് വരില്ല. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്നാക്സ്, അതുപോലെ ജ്യൂസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഈ ഭാഗത്തായിട്ട് കുറേയേറെ സലൂണുകളും സ്പാകളും ഉണ്ട്. അത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കടകളാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ത്രെഡ് ഒക്കെ ചെയ്യും. പിന്നെ ഈ ഹെയറിൽ ഒരു ലൈനിങ് വെക്കില്ലേ, ഈ പിന്നി ഇടുന്ന എന്തോ സംഭവം, അതെനിക്കൊന്നും അറിയില്ല, പെണ്ണുങ്ങൾക്കറിയാം. ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പതുക്കെ എക്സിറ്റ് ചെയ്ത് നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയിലൂടെ നടന്നു പോകാം കേട്ടോ. നമ്മുടെ ഹോട്ടലിലേക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. പക്ഷെ നമ്മൾ നടന്നു പോകാമെന്ന് കരുതി. കാരണം രാത്രിയാണ്, അത്യാവശ്യം ചില്ലായിട്ടുള്ള ക്ലൈമറ്റ്, നമുക്ക് നടന്നാലും ക്ഷീണം വരില്ല. അതുകൂടാതെ തന്നെ തായ്ലാൻഡിലെ ഓരോ കാഴ്ചകളും നമുക്ക് നടന്ന് കാണാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ
ഇതേ ഒരു വണ്ടി നോക്കി എന്തു ഭംഗിയാ. ഷോ, ഫോർഡിൻ്റെ വലിയൊരു ഐറ്റം കേട്ടോ. പിന്നെ നമ്മളങ്ങനെ നടന്ന് വിശന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി റേറ്റ് ചോദിച്ചേ, പക്ഷെ അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഹൈജീനിക്കും ഇല്ല. ഇതേ അടുത്ത ഫോർഡിൻ്റെ ആ റേഞ്ചർ വണ്ടി കേട്ടോ. പിന്നെ ഇവിടെ കുറേ പേര് ഇങ്ങനെ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പുറകിലായിട്ടുള്ള സ്ട്രീറ്റ്, എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർ ആരെയോ കാത്ത് നിൽക്കുക കേട്ടോ. അതിൻ്റെ ജോലികൾ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കണം, അതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. കുറച്ചുകൂടി നടന്നപ്പോൾ നമ്മൾ ഏതോ ഇന്ത്യൻ സ്ഥലത്ത് എത്തിയ പോലെയുണ്ട്. കുറേയേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഫാൻസി കടകളെല്ലാം. പിന്നീട് അങ്ങോട്ട് നീങ്ങി നടന്നപ്പോൾ പിന്നെയും വലിയ വലിയ ഫ്ലൈ ഓവറും കുറേ പെയിൻറ്റിങ് കടകളും. ഇവിടെ രാത്രി 10 മണിയായിട്ടും ഒരാൾ ഇരുന്ന് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ലോണം എന്ത് പറയുക, നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇതുപോലെ ഒട്ടനവധി പെയിൻറ്റിങ് കടകളാട്ടോ ഈ സൈഡിൽ മൊത്തമായിട്ട്. ഇതാ കാണുന്ന കാറില്ലേ, അതാണ് കേട്ടോ ടെസ്ല കാറ്. ടെസ്ല പറയുന്ന ഒരു ശതകോടീശ്വരനായ ഒരു ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ബിസിനസ്മാനാണ്. ആളുടെ കാറാണ്. ആള് ഈ കാറിൻ്റെ മാനുഫാക്ചറാണ്. ഈ കാറ് പറയുന്നത് ഭയങ്കര സെറ്റപ്പാട്ടോ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരെ നടത്താൻ പറ്റുന്ന കാറാണെന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ പൈലറ്റ് മോഡും. നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, കാറ് തനിയെ പൊയ്ക്കോളും. അതാണ് ഓട്ടോ പൈലറ്റ് മോഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് കാണുന്ന ഒരു റിസോർട്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ഇതൊരു ലേഔട്ടിന് ഫ്രണ്ടിൽ നിർത്തിയ സ്വിഫ്റ്റ് കാറുകളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന സ്വിഫ്റ്റ് കാറുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ കേട്ടോ, വേറൊന്നും കാണുന്നില്ല. ഈ കാണുന്നതെല്ലാം ബൈക്കുകളാട്ടോ. ഈ ബൈക്കുകളിൽ കാണുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവരെല്ലാം റെൻറ്റ് ചെയ്തതാണ്, ദിവസ റെൻ്റലിന് വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. അവർ ചില്ലടിച്ചിട്ട് പോവുക കേട്ടോ. എന്തായാലും അടിപൊളി. അങ്ങനെ നടന്ന് നമ്മൾ പഴയ ആ കാലത്ത് വന്ന അതേ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്നിരിക്കണം. ഇവിടെ വലിയൊരു ഏരിയ കേട്ടോ. അവിടെ സ്ട്രീറ്റ് ഫുഡും ഫ്രൂട്ട്സും എല്ലാം കിട്ടുന്ന എന്ത് വൃത്തിയായി നോക്കിയാൽ രാത്രിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് എക്കണോമിക്കലായിട്ട് ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാം അവിടെ നിന്നും ഇവിടെ എത്താറുണ്ട്. അവർ വന്നിട്ട് ഇഷ്ടമുള്ള ആഹാരങ്ങൾ വെജോ നോൺ വെജോ എന്തോ ആകട്ടെ, പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ചു പോയി കിടന്നുറങ്ങുകയാണ് പതിവ്. അപ്പം നമ്മൾ കാലത്ത് വന്ന അതേ കടയിൽ തന്നെ വന്നിരിക്കുക കേട്ടോ. കാരണം അവിടെ ഫുഡ് നന്നായിരുന്നു, അതുപോലെ തന്നെ എക്കണോമിക്കിന് നമുക്ക് പറ്റിയ പ്രൈസിന് പറ്റിയ വർത്തിയായിട്ടുള്ള ഫുഡായിരുന്നു. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ളത് തന്നെയാണ് ഇവിടെ വന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് ലൈവ് ഫുഡുകളും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഈ കാണുന്ന പ്രോൺസും ബാക്കിയുള്ളതൊക്കെ അപ്പം തന്നെ പറഞ്ഞ് നമുക്ക് അതുപോലെ തന്നെ കുക്ക് ചെയ്ത് തരും. നമ്മളിത് കൊച്ചിയിലും പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാ ഫുഡുകളുടെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള പിക്ചറും പ്ലസ് അതിൻ്റെ പ്രൈസും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലെ വെച്ച് തരണം പറഞ്ഞാൽ വെച്ച് തരാം കേട്ടോ. ഇതൊക്കെയാണ് മദ്യപാനത്തിൻ്റെ റേറ്റുകൾ. പിന്നെ അതുകൂടാതെ തന്നെ ഫ്രൂട്ട്സും ബാക്കിയുള്ള ഫുഡുകളുടെയൊക്കെ റേറ്റ് ഏകദേശം അങ്ങനെ തന്നെയാണ് കേട്ടോ. 50 മുതൽ 100 ബാത്ത് വരെയൊക്കെയാണ് അത്യാവശ്യം ഫുഡുകളുടെ റേറ്റുകൾ വരുന്നത്. പിന്നെ നോൺ വെജും പ്രോൺസൊക്കെ ആകുമ്പോൾ കൂടും. അങ്ങനെ ഞങ്ങൾ എടുത്തത് വെജിൻ്റെ നൂഡിൽസാണ്, അതും ഗ്ലാസ് നൂഡിൽസ് എന്ന് പറയും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ് പോലെ ഇരിക്കുന്ന നൂഡിൽസ്. നാട്ടിൽ കണ്ടിട്ടില്ല ഇത്, അതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ നാട്ടിലേക്കാളും ഏറ്റവും നന്നായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾക്കാരാണ് ഈ തായ്ലാൻഡുകാർ. ഒരു പക്ഷേ ഹോട്ടലിലെ ബ്രാൻഡോ നെയിമോ നോക്കാതെ വന്നിരുന്ന് കഴിക്കുന്ന ഒരേ ഒരു കൂട്ടായ്മ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇഷ്ടം പോലെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സും പിന്നെ ലൈവായിട്ട് ഉണ്ടാക്കി വെച്ച കുറേ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസും ഉണ്ട്. ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ പ്രോൺസൊക്കെ പകുതി ജീവനുള്ളതൊക്കെയാണ് പിന്നെ ഉള്ളത്. മീനൊക്കെ ചത്തുപോയി കാണും. അതുപോലെ തന്നെ കോഴി ബാക്കിയുള്ള മീറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല തന്നെ കിട്ടും കേട്ടോ. കാരണം ഞാൻ അധികം ടേസ്റ്റ് ചെയ്യാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടുത്തെ മീറ്റ് മസാല, അതായത് ഏതൊരു ഫിഷിൻ്റെ ആകട്ടെ മീറ്റിലെ ആകട്ടെ മസാലകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് കാരണം തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് സ്പൈസി അല്ല, മസാല കുത്തില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യത കമ്മിയാണ്. ഇതെല്ലാം കുക്കുംബറും ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതും നമ്മൾ ഫുഡിൻ്റെ ഒപ്പം കഴിക്കുന്ന സാലഡ് പോലെയാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഫുഡ് സ്റ്റോളുകളാണ്. സ്ട്രീറ്റ് ഫുഡുകളായിരിക്കും പ്രാധാന്യം കൂടുതൽ കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകുന്നത് സോവറിങ് സ്ട്രീറ്റാണ്. അതായത് ഇതിനോട് അടുത്ത് തന്നെയായിട്ടാണ് ആ സ്ട്രീറ്റുള്ളത്. സോവറിങ് ഷോപ്പുകൾ, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ്, വീട്ടിനാവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുന്നവർക്കായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ്, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം വർത്തിയാണ് കേട്ടോ. കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഓരോ ഗിഫ്റ്റുകളും അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ആകട്ടെ നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും ഇവിടെ.
ഞാൻ ഈ ഐറ്റംസ് എല്ലാം ഒന്നും വിടാതെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴെങ്കിലും തായ്ലാൻഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഐറ്റംസ് പോലും മാറാതെ അല്ലെങ്കിൽ ആ കടകളെല്ലാം കണ്ട് ആ ഇവിടെ എന്തൊക്കെയാണോ കാഴ്ചകളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല. നമ്മൾ ഒരു നാട്ടിൽ പോയാൽ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ അറിയണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നത്. ഇനി ബാക്കി കഴിച്ചത് നാളെ കാണിച്ചു തരാം കേട്ടോ.